ഇന്ന് ഞാൻ എൻ്റെ വീടിനെയാണ് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പിങ്കി മോളാണ് ആയിരിക്കുന്നത്. പിങ്കിയും മിക്കിയും കൂടെ നല്ല ചാട്ടത്തിലാണ്. അഴിച്ച് രാവിലെ വിട്ടതേ ഉള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷമാണ് നമ്മൾ കാണുന്നത്. എന്നും രാവിലെ ഇവരെ ഇറക്കി വിടും. രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു 7 മണിയൊക്കെ കഴിയുമ്പോൾ ഇവരെ ഇങ്ങനെ ഞങ്ങൾ അഴിച്ചു വിടും. ഇവരന്നേരം ഈ റോഡിൽ ഇവിടെ എല്ലാം ഓടിച്ചാടി നടന്ന് അവർക്കൊരു വ്യായാമം കൂടിയല്ലേ, എപ്പോഴും കൂട്ടിപ്പിടിച്ചിട്ടേക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ ഇങ്ങനെ ഞങ്ങൾ അഴിച്ചു വിടും. ഇതാണ് എൻ്റെ മിറ്റവും എൻ്റെ ചെടികളും. ഇത് ബോൾസാണ്, നിറച്ച് പൂക്കളായിട്ട് നിൽക്കുകയാണ്. പിന്നെ തട്ട് ചെമ്പരത്തി, ഇങ്ങനെ കുറച്ച് അത് തട്ട് ചെമ്പരത്തിയാണ്. അതിൽ കുറച്ച് പൂവുണ്ടായി, പിന്നെ ഇലകളെല്ലാം പൊഴിഞ്ഞ് വെച്ച് പിന്നെയും തളർത്ത് വന്നതാണ്. അടുത്തൊരു വീടാണത്, അവരുടെ മതിലാണത്. അപ്പോൾ അതിനോട് ചേർത്താണ് നമ്മുടെ ഈ ചെടികളൊക്കെ നിൽക്കുന്നത്. കണ്ടില്ലേ, റോഡിനോട് ചേർന്ന് ഈ ചെടികളൊക്കെ, റോഡും മതിലും എല്ലാം കൂടെ ചേർന്നാണ്. ഈ കാണുന്നതൊക്കെ മുക്കുറ്റിയാണ്, നിറയെ മുക്കുറ്റിയുണ്ട്. ഞങ്ങളുടെ മുറ്റം നിറയെ മുക്കുറ്റിയാണ്. പിന്നെ റോഡ് സൈഡിൽ ഈ ചെടികൾ ഞാൻ കുറേ അരികളൊക്കെ വിതറി ഒരുപാട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുവാണ്. ഒത്തിരിയൊക്കെ വണ്ടിയൊക്കെ കയറി കുറേ പോയി. പിന്നെ പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ. നിറയെ പൂക്കളാണ്. ഇങ്ങനെ ആ റോഡിൻ്റെ ഇരുവശത്തും ഇതിൻ്റെ പേര് എന്തായിരുന്നു ഇതിൻ്റെ പേര്? മാങ്ങാനാറിയെന്നേ എനിക്കറിയത്തുള്ളൂ. എനിക്കിതിൻ്റെ യഥാർത്ഥ പേരറിയില്ല. മാങ്ങാനാറി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് റോഡ് സൈഡിൽ ഇങ്ങനെ വീടിൻ്റെ അപ്പുറത്തെ റോഡാണ്, അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കിളുത്ത് നിറയെ പൂക്കളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു കയറ്റമാണ് കയറി ഇങ്ങോട്ട് വരുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ട്. ചേട്ടൻ്റെ ഓട്ടോയാണ് കിടക്കുന്നത്, കണ്ടില്ലേ. ഞങ്ങളുടെ പൂച്ചക്കൂട് ഉണ്ട്, പിന്നെ വണ്ടി ഷെഡിനകത്താണ് പൂച്ചക്കൂട്. ഇതാണ് എൻ്റെ വീട്, കണ്ടില്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ എൻ്റെ വീട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. എൻ്റെ പിങ്കിയും മിക്കിയും പെരയ്ക്കകത്തൊരു കയറി പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ചാടി വരും. അപ്പോൾ അവരെയും എപ്പോഴും ഇങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ ചാട്ടവും മറിച്ചിലും എന്തുകൊണ്ടാണ് കയറി പോകുന്നു. ആ ചാട്ടവും മറിച്ചിലും ഒക്കെയാണ് അവരുടെ കൂടെ കാണുന്നത്. കണ്ട ഇറങ്ങി വരുന്നത്. ഇവരിങ്ങനെ ഓട്ടമാണ്, എപ്പോഴും ഇതാ പരിപാടി. പിന്നെ കുറച്ച് സമയമല്ലേ നമ്മൾ അങ്ങനെ വിടുന്നുള്ളൂ. അതുകൊണ്ട് അവർ അങ്ങനെ ചാടി മറിയട്ടെ. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് അവർക്കും എന്തെല്ലാം അസുഖങ്ങളൊക്കെ വരത്തില്ലേ നമ്മൾ പിടിച്ചിട്ടിരുന്നാൽ. അല്ലെ തന്നെ ഇവർക്ക് കുറേ ചാടിയില്ലെങ്കിൽ കിതപ്പൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കുറേ സമയം ഇറക്കി വിടും. അപ്പോൾ അവർക്കൊരു വ്യായാമമൊക്കെ കിട്ടും. പിന്നെ അവർക്കും അതൊരു സന്തോഷം.